അങ്ങനെ നമ്മുടെ ചാനൽ 7K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര എത്തിയത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയും ഒരുപാട് കടമകൾ കടക്കാനുണ്ട്. എന്നെപ്പോലെ നിങ്ങൾക്കും ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹൃദയപൂർവ്വം സിനിമയുടെ ടീസർ 1.7 മില്യൺ യൂട്യൂബ് വ്യൂസിലേക്ക് എത്തിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ വിൻസ്മേരയുടെ ആട് വലിയൊരു റീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് നിന്ന് ലാലേട്ടന് അപ്രീസിയേഷൻസൊക്കെ ലഭിക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ ലേറ്റസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയയിൽ വൻ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ എക്സ് ആപ്പും ഫേസ്ബുക്കും തുറന്നാൽ ലാലേട്ടൻ്റെ ചിത്രങ്ങളാണ് കാണുന്നത്. ദൃശ്യം 3 സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സിനിമയുടെ ഡയറക്ടറായ ജിത്തു ജോസഫാണ് ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ പകുതിയോടുകൂടി ദൃശ്യം 3 സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള പ്ലാനിലാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. തിരക്കഥ പൂർത്തിയാക്കിയതിന് ശേഷം ചിത്രീകരണം ആരംഭിക്കുന്നതാണ് എൻ്റെ രീതി. എഴുത്ത് ജോലികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. ഇന്ന് രാവിലെയും ചില ഭാഗങ്ങൾ എഴുതി. ദൃശ്യം 3 അന്വേഷിച്ച് ഹിന്ദിയിൽ നിന്നും സിനിമാക്കാർ വരുന്നതായുള്ള വാർത്ത ശരിയാണ്. അവരെല്ലാം തിരക്കഥ പൂർത്തിയാക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. മലയാളത്തിലും ഹിന്ദിയിലും ഒരേ സമയം ചിത്രീകരണം തുടങ്ങണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല. ആദ്യം ഹിന്ദിയിൽ തുടങ്ങാൻ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിയമപരമായി നേരിടുമെന്ന സൂചന നൽകിയതോടെ അവർക്ക് പിന്തിരിയേണ്ടി വന്നു. അപ്പോൾ സെപ്റ്റംബർ പകുതിയിൽ മലയാളത്തിലെ ദൃശ്യം 3 സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ ചാൻസ് കൂടുതലാണ്. ദൃശ്യം 3 സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടേ ഹിന്ദി ദൃശ്യത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുള്ളൂ എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. എന്തായാലും റീമേക്ക് വുഡിന് നല്ലൊരു പണി തന്നെയാണ് ജിത്തു ജോസഫ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ മോഹൻലാൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.